ഇത് ഫോക്സ് ടെയിൽ മില്ലറ്റ്. ഇത് കുറേ നാളായി ഇവിടെ ഇരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ടീന എന്ന് പറയുന്നത് ഇത് തന്നെയാണോ അറിയില്ല. ഞാൻ ഇത് കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ടു, ഒരു 5-6 തവണ കഴുകിയെടുത്തു. പിന്നെ ഇത് പായസം ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പം നെയ്യ് എടുത്തു, അതേ മിൽമ. അത് എൻ്റെ കുക്കറിലേക്ക് കോരി ഒഴിച്ചു. ഇതിനൊന്നും ഒരു അളവില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു കൈക്കണക്കിന് വെച്ചങ്ങ് ഇടുക ചെയ്യുക. കുറച്ച് നല്ലപോലെ ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. കാരണം ആ മില്ലറ്റും എല്ലാം ഇതിനകത്തിട്ട് എടുക്കാൻ. ആ സാബുന ഇതിനകത്തിട്ടിട്ട് ഒന്ന് വറുത്തെടുത്ത് കണ്ടില്ലേ, ആ ഇച്ചിരി ഒന്ന് പൊങ്ങി വരുന്ന പരുവം. അതിനുശേഷം മില്ലറ്റ് കഴുകിയത് ഇതിനകത്തേക്ക് ഇട്ട് ആ വെള്ളം വറ്റി. അതിനുശേഷം അതൊന്ന് പൊക്കിയപ്പോഴത്തേക്കും വെള്ളം ഇതിനകത്ത് നിറയെ ഒഴിച്ചു. നിറയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് കുറേ ഒഴിക്കുകയല്ല, ഒരു നേക്ക വെള്ളം ഒഴിച്ച് ഒരു 4 മുതൽ 5 വിസിൽ വരെ കേൾക്കാം. അത് അടച്ചു വെച്ചേട്ടോ. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഈ കണ്ണെഴുതുന്ന ഈ ഒരു പൊട്ടിടുന്നു. ഇതാണ് എൻ്റെ മെയിൻ മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് വീട്ടിലിരുന്നപ്പോൾ ഒന്ന് തോന്നി കണ്ണെഴുതാണ്. എൻ്റെ അമ്മൂമ്മ പണ്ട് പറയുമായിരുന്നു, അവൾ കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ മുടി ചെയ്യുന്നത്. അമ്മൂമ്മയായിരുന്നു പണ്ട് എൻ്റെ മുടിയൊക്കെ നോക്കുക. ഇപ്പോൾ ഞാൻ തന്നെയാണ്. ശരിയാ, ചൊട്ടയിലെ ശീലം ചുടൽ വരെ. കുളിച്ച് എത്ര സമയമായിരുന്നു ആ മുടിയൊന്നും ചെയ്യാൻ എനിക്ക് തോന്നിയില്ല. ഇതിൽ 5 വിസിൽ വന്നു. അപ്പോഴത്തേക്ക് ഞാനിത് ഒന്ന് ഓഫ് ചെയ്തു. ഇനി മുടി ചീപ്പല്ലേ, ഇത്ര സമയമായില്ലേ, ഇനിയെങ്കിലും ഒന്ന് ചീപ്പിയേക്കാം. അങ്ങനെ ഞാൻ പുറത്ത് വന്നൊന്ന് മുടി ചെയ്യുകയാണ്. പണ്ടത്തെ കാലമൊക്കെ ഇപ്പോൾ ഓർമ്മ വന്നത്. അമ്മൂമ്മയായിരുന്നു പണ്ട് എനിക്ക് മുടിയൊക്കെ ചീവിത്തരുക, എണ്ണ തേച്ച് തരുമായിരുന്നു. ഒരു സുഖമായിരുന്നു ആരെങ്കിലും ചെയ്തു തരുമ്പോൾ. അന്നൊക്കെ ഞാൻ കിടന്ന് വഴക്കുണ്ടാക്കുമായിരുന്നു, എൻ്റെ മുടിയെല്ലാം പൊഴിഞ്ഞു വരുന്നു, എനിക്ക് തലവേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഞാൻ വന്നിരുന്നു പത്രം നോക്കുക. മാതൃഭൂമി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് കംപ്ലീറ്റ് പരസ്യം. ഇതെന്താ ഇതിങ്ങനെ, ഞാൻ പൈസ കൊടുത്തില്ലേ വാങ്ങാം. വന്ന് നോക്കി തുറന്നപ്പോഴത്തേന് ഇത് ശരിയായിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ശർക്കര പൊടിയായിരുന്നു ഇരുന്നത്. അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടു. ഗ്യാസ് ഓൺ ചെയ്തു. കുറച്ച് സമയം ഒന്ന് ഇളക്കി. ഇതിന് കണക്കൊന്നും ഇല്ല കേട്ടോ, ഞാൻ എൻ്റെ ടേസ്റ്റിനനുസരിച്ച് അങ്ങ് ഇടുക ചെയ്യുക. കുറച്ച് സമയം ഇളക്കി കഴിഞ്ഞപ്പോഴത്തേന് ആ പൊടി അങ്ങ് അലിഞ്ഞു. ഇതിൽ വെള്ളമയമൊക്കെ കുറവായിരുന്നു പൊതുവെ. വെള്ളം ഒഴിച്ചിരുന്നതെല്ലാം വറ്റിയിരുന്നു തുറന്ന് നോക്കിയപ്പോഴത്തേന്. കുറച്ച് സമയം ഇളക്കി. അതിനുശേഷം ഞാൻ പിന്നെ എനിക്ക് ഇവിടെ ഇരുന്ന 1 ലിറ്റർ പാലിരിപ്പുണ്ടായിരുന്നു, അതും ഇതിലേക്ക് മിക്സ് ചെയ്തു. ഇത് തിളപ്പിച്ച് വെച്ച പാലാണ്. അത് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തു നല്ലപോലെ. പിന്നെ അതവിടെ ഇട്ടിട്ട് ഞാൻ അടുത്ത പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ടാൽ എന്താണെന്ന് തോന്നി. കുറച്ച് ഉപ്പ് ഒഴിച്ചു കേട്ടോ, ഒരു ശർക്കരയുടെ ടേസ്റ്റ് നേരെ എടുക്കാൻ വേണ്ടി. തേങ്ങ ഇരുമ്പോൾ ഇപ്പോൾ എനിക്ക് പണ്ടത്തെ കാര്യം അടുത്ത ഓർമ്മ. ഇത് കഴിയുമ്പോൾ പറയാം എന്താണെന്നുള്ളത് കേട്ടോ. അപ്പോൾ തേങ്ങ ഇരുമി കണ്ടില്ലേ, ഇങ്ങനെ കഴറ്റിയിടുന്നതിന് അമ്മേനെ പണ്ട് വഴക്കും അറിയായിരുന്നു. എളുപ്പപ്പണിക്ക് ചെയ്യുന്നതായിരുന്നേ. അത് പിന്നെ മിക്സിയിലിട്ടൊന്ന് ശരിയാക്കിയെടുത്തു. എനിക്കിങ്ങനെ അപ്പച്ചട്ടിയിൽ വെള്ളം കിടന്നപ്പോൾ ഒരു രസം തോന്നി. ഇങ്ങനെ കാണാൻ നല്ല രസമില്ലേ. പക്ഷേ ഒരു അബദ്ധം കാണിച്ചു കേട്ടോ, നെയ്യ് ഒഴിച്ചു. അപ്പച്ചട്ടിയിൽ വെള്ളം ഒരു തുള്ളി കിടന്നില്ലേ, ഇതാ കിടന്ന് പൊട്ടിത്തെറിക്കുക. ഞാൻ പിന്നെ ഓടി മാറി തേങ്ങ ഒതുക്കിയതെടുത്ത് ഇതിനകത്തേക്ക് ഇട്ട് ഒന്ന് വറുത്തെടുത്തു. ഇത് അപ്പച്ചട്ടി എനിക്കന്നേരം പെട്ടെന്ന് ഇതിലാണ് ചെയ്യാൻ ഒരു സുഖം തോന്നിയത്. നോൺ സ്റ്റിക്കായിരുന്നു. ഒന്ന് വഴറ്റിയെടുത്ത് അതിനുശേഷം ഇത് ആ പായസത്തിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തു. ഇപ്പോഴാണ് ഓർത്തത് എന്തോ ഒരു കുറവുണ്ടല്ലോ ഈ പായസത്തിന്. അതെ ഏലക്ക തന്നെ. ഏലക്ക ഞാൻ കുറച്ചെണ്ണം എടുത്തു, അതിലേക്ക് പഞ്ചസാര ഇട്ടു, പൊടിച്ചെടുത്തു. അതിനുശേഷം ഏലക്ക ഇട്ട് ഈ പായസം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് കഴിക്കാമല്ലേ. ഞാൻ വിചാരിച്ച പോലല്ല, ഇതിന് ടേസ്റ്റ് ഉണ്ട്, വളരെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്.